ദ വൈറൽ മറിയപ്പാസ് ചീസ് കേക്ക് അങ്ങനെ ഞാനും ട്രൈ ചെയ്തു. അടിപൊളി. ഇപ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ആക്കിയാലും യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും ഫുൾ ദ വൈറൽ ചീസ് കേക്ക് അത് കണ്ടാൽ ആരായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? അതുപോലെ ഞാനും ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയാണ് കഴിക്കാനും. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതിലേക്ക് വേണ്ടി ആദ്യം തന്നെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കണം. എന്നിട്ട് ആ എഗ് വൈറ്റിലേക്ക് വാനില എസൻസും ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി എഗ് യോക്കിലേക്ക് ഓയിൽ, പാല്, മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമും ഈ എഗ് യോക്കിലേക്ക് ഇട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് മൗൾഡിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 160 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതൊന്ന് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ, ക്രീം ചീസ്, തിക്ക് ക്രീം, കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്താൽ ഇതിലേക്കുള്ള ക്രീം റെഡിയായി. ഇനി ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ക്രീം ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ലെയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കേക്കിന്റെ ഫുള്ളായിട്ട് ക്രീം ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ചെഡാർ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ, ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിന്റെ കഴിക്കാനേ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പൊ ഓക്കെ, ബൈ.